ഇങ്ങനെ ഒരു വേർഡ് കൂടെ ഞാൻ ഇതിനകത്ത് പറയണം വിചാരിക്കുന്നു. സോ ഇങ്ങനെ ഒരു വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? BFR. നമ്മൾ കാറിനകത്ത് കയറിയല്ലേ AC ഇടുന്ന മുമ്പ് വിൻഡോ പാനൊക്കെ ഒന്ന് തുറന്നു വെച്ചിട്ട് വേണം AC ഇടാനായിട്ടൊക്കെ പറയും. എന്തിനാ അങ്ങനെ പറയുന്നത്? സോ വൺസ് യു ആർ ഗെറ്റിംഗ് ദ കാർ ആഫ്റ്റർ പാർക്കിംഗ് സംവെയർ എൽസ്, കയറിയുകൊണ്ട് തന്നെ AC ഓൺ ചെയ്തെന്നാണ് പറയുന്നത്. You open your window for 5 to 10 minutes to expel the air from the car. Then you start the AC. Why we are saying like this? This expansion is brominated flame retardant. The word is brominated flame retardant. See the word brominated flame retardant. So that means most of the carpet, seat cover, floor mat are made up of bromine containing compounds. The reason is the floor mat or the seat cover resistant to fire, durable ആണ്. See the point? We used to make the floor mat, seat cover, carpets by using bromine containing compound. There are two merits for the compound. One is flame retardant, കത്തത്തില്ല, കാർ കത്തിയാലും ഫ്ലോർ മാറ്റ് കത്തത്തില്ല. രണ്ട്, ഡ്യൂറബിൾ ആണ്, ലോങ് സ്പെൽ കിടന്നോളും. ഓക്കെ then you are using the common bromine ആണ്. അപ്പം what will happen? It start volatile ആണ്. Once you have got a floor mat in the car by using bromine flame retardant, കാറിൽ കയറിയുകൊണ്ട് തന്നെ AC ഇടാന്നുണ്ടെങ്കിൽ, ചൂടിൽ കിടക്കുന്ന കാറാണെങ്കിൽ ഈ ബ്രോമിൻ മുഴുക്കെ നിറഞ്ഞിരിക്കുക വണ്ടിക്കകത്ത്. കയറിയുകൊണ്ട് തന്നെ AC ഇട്ടാൽ എന്തായിരിക്കും? എയർ സർക്കുലേഷൻ അകത്തുനിന്ന് മാത്രമേ ഉള്ളൂ. യു ആർ ഇൻഹേലിംഗ് ബ്രോമിൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് യൂസ് ടു സേ ദാറ്റ് ഡോണ്ട് പുട്ട് യുവർ AC immediately when you enter into the car. Open the window, expel the air, then you put the AC. യൂറോപ്യൻ കൺട്രിയിൽ BFR ബാൻ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോഴും അതിനെക്കുറിച്ച് യാതൊരു റിപ്പോർട്ട് നമുക്ക് തന്നിട്ടില്ല. നോ റിപ്പോർട്ട് വി ഹാവ്. യൂറോപ്യൻ കൺട്രിയിൽ കംപ്ലീറ്റ്ലി ദ ബാൻ ദ യൂസേജ് ഓഫ് ബ്രോമിൻ കണ്ടെയ്നിങ് ഫ്ലൈം റിട്ടാർഡൻറ്റ് ഫോർ കാർപ്പറ്റ് ആർ എനിത്തിങ് അക്രോസ്. ലങ് ക്യാൻസർ ആണ് എൻഡ് പോയിന്റ്. ഓക്കെ, അപ്പം അതും ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു ഈവൻ്റ് ആണ്. ഓക്കെ, ദെൻ ഐ വിൽ മൂവ് ടു ദ തേർഡ് വൺ. മൂന്നാമത് നമുക്ക് പഠിക്കാൻ വരുന്ന ഒരു പോസിബിൾ ഏരിയയാണ് സൗണ്ട് പൊല്യൂഷൻ. ഏറ്റവും കൂടുതലായിട്ട് ഡെഫ് എവിടെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? അക്രോസ് ദ വേൾഡ് ഡെഫ് പാർഷ്യലി ആർ കംപ്ലീറ്റ്ലി ഇന്ത്യ, സംശയമൊന്നും വേണ്ട. ഹയസ്റ്റ് നമ്പർ ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഡെഫ് പാർഷ്യലി ആർ കംപ്ലീറ്റ്ലി recorded from India. So as a consequence of the event called sound pollution. Okay, normally നമ്മൾ sound pollution പറയുമ്പോൾ രണ്ട് വാക്ക് എപ്പോഴും പറയാറുണ്ട്. ഒന്ന്, we used to put the word called intensity, or we used to measure the sound in terms of loudness. ഈ രണ്ട് വാക്കാ പറയുന്നത്. either we measure sound by using intensity, or we used to measure the sound in terms of loudness. Okay, ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന പേര് ഹെഡ്സ് എന്ന് പറയും. സൗണ്ട് ലൗഡ്നെസ് ആണെങ്കിൽ നമ്മൾ നോർമലി പറയുന്ന വാക്ക് ഡെസിബൽ. നമുക്ക് വേണ്ടതും ഈ വാക്ക് ഡെസിബലാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഡെസിബൽ എന്താണെന്ന് നോക്കാം. ലിമിറ്റേഷനോട് പറയുന്നത് 50 to 15,000 ഹെഡ്സ് നോട്ട് എ പൊല്യൂട്ടൻറ്റ്. എനിത്തിങ് ബിയോണ്ട് 15,000 ഹെഡ്സ് ഈസ് എ പൊല്യൂട്ടൻറ്റ്. ആ 10,000 ഹെഡ്സിൻ്റെ മുകളിലാണെങ്കിൽ ദാറ്റ് സൗണ്ട് ഈസ് ഇൻവേരിയബിളി പൊല്യൂട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ലൗഡ്നെസ്സിൽ പറയുമ്പം ദ റേഞ്ച് ഈസ് യൂഷ്വലി 30 to 60 ഒപ്റ്റിമൽ ആണ്. ദ ഒപ്റ്റിമൽ സൗണ്ട് യു ഹാവ്, യുവർ ഇയർ ഡ്രം വിൽ ബി സേഫർ ഇൻ നേച്ചർ. 80 is your tolerable limit. Anything above 80 decibel is branded as pollutants. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, any sound intensity beyond 15,000 hertz or beyond 80 decibel is a pollutant. Any sound beyond 15,000 hertz or above 80 decibel is considered as pollutant.
Okay, point number 1. Rend, based upon the sound, we classify the area into 4. One is what we commonly called silent zone. Rend, domestic zone or human settlements. 3, market prone areas, market areas, consumer areas. 4, industrial zone. So entire area across the country classified into 4 zones. One is silent zone, domestic zone, market prone area, industrial zone. And there's a limit for producing sound during day and night as per the Sound Act. Sound Act വെച്ചിട്ട് അവിടെ സൗണ്ട് ഉണ്ടാക്കുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഡേ ടൈമിലും നൈറ്റ് ടൈമിലും. നോക്കാം, ഞാൻ താഴെ തുടങ്ങി വരാം. ഇൻഡസ്ട്രിയൽ സോൺ, ഇത് ഇൻഡസ്ട്രിയൽ ആക്ടിനകത്തും ഇത് തന്നെ പറയുകയാണ് നമ്മൾ. മാക്സിമം സൗണ്ട് പെർമിസിബിൾ ഇൻ ദ ഇൻഡസ്ട്രി 75 ഡെസിബൽ ആണ്, 80 അല്ല. 80 എന്നുള്ളത് ലിമിറ്റാണ്. സോ ഡെയിലി ആൻഡ് ഇൻ ദ നൈറ്റ് ദ സൗണ്ട് ഷുഡ് ബി 70 ഡെസിബൽ, മാൻഡറ്ററി ആണ്. അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലൈൻറ്റ് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ ദ ഇൻഡസ്ട്രിയൽ ഏരിയ sound should be limited in daytime 75 decibel, in night the limitation will be 70 decibel. Okay, if violating both by Sound Act and Industrial Act, you can take case. Point number 1. Rend, in the market area the limitation is 65 during the daytime and 55 during the night. കൺസ്യൂമർ ഏരിയയിൽ പകൽ 65 ഡെസിബിലാണ്, രാത്രിയാകുമ്പം 55 ഡെസിബിലാണ്. മാൻഡറ്ററി ആണത്. ഓക്കെ, നമ്പർ 3, ഇൻ ഡൊമസ്റ്റിക് ഏരിയ ദ ലിമിറ്റേഷൻ ഡേ ടൈം ഇസ് 55 ആൻഡ് ഇൻ ദ നൈറ്റ് 45. Again, if you travel along European part of the world or US, this is very mandatory, very strict. ഏറ്റവും കൂടുതലായിട്ട് ഡൊമസ്റ്റിക് ഏരിയയിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഹ്യൂമൻസ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് ബൈ സൗണ്ട്. ബാക്കി ഇവിടെയൊക്കെ ഒരു വേവിങ് കൊടുത്താലും ഡൊമസ്റ്റിക് ഏരിയയിൽ സ്ട്രിക്ട്ലി ദേ ഫോളോ ദ നോംസ്. വൺ ഷുഡ് നോട്ട് മേക്ക് സൗണ്ട് ബിയോണ്ട് ദ ലെവൽ ഓഫ് 55 to 45 ഡ്യൂറിങ് ഡേ ടു നൈറ്റ് ഇൻ ദ ഡൊമസ്റ്റിക് ഏരിയ. നമ്മൾ കൗതുകത്തിന് പറഞ്ഞാലും if a child cry above this limitation, if the neighbor complains, the police will take custody the whole family. അത്രയ്ക്കും സ്ട്രിക്റ്റ് ആണ് അവർ. സെർച്ച് ചെയ്ത് നോക്കാം, ശരിയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് എങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. എത്ര വലിയ ഫെസ്റ്റിവൽ ആണെങ്കിലും നെയ്ബറിന് എന്ത് കൊടുക്കാൻ പാടില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. വെരി മാൻഡറ്ററി ആണ്. നമ്മളിവിടെ അപ്പാർട്ട്മെന്റിൽ പോയാൽ 10 ചാനൽ ഉണ്ടെങ്കിൽ 10 നമുക്ക് കേൾക്കാൻ പറ്റും. വീട്ടിനകത്തല്ലേ സൗണ്ട് ഇട്ട് വെക്കുന്നത്, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൗണ്ട് ഇടുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളെ കാതൊന്ന് ചെക്ക് നോക്കി അറിയാൻ പറ്റും പാർഷ്യലി നമ്മൾ എന്തായിരിക്കും, ഡെഫാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, സൈലൻസ് സോൺ. again very interesting. Sound is 50 during the daytime, 40 during the night. സൈലൻസ് സോണിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. സൈലൻസ് സോൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, ഹോസ്പിറ്റൽസ്, ഡിഫൻസ് ഏരിയ, സ്കൂൾസ്, കോളേജസ്, ഓഫീസസ്, ഇതെല്ലാം സൈലൻസ് സോണാണ്. അവിടെ ഏരിയ മാത്രമല്ല 100 മീറ്റർ ചുറ്റളവിലും സൈലൻസ് സോണാണ്. നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പം നമ്മൾ സ്കൂൾസ് മാത്രമല്ല, ഓഫീസ് മാത്രമല്ല, ഓഫീസിന്റെ ചുറ്റിലും വരുന്ന 100 മീറ്റർ ഏരിയയും ത്രൂ 100 മീറ്റർ റേഡിയസ് സൈലൻസ് സോണിലാണ് വരുന്നത്. അപ്പോൾ അവിടെ സൗണ്ട് നോക്കുക, 40 to 50. 40 എന്ന് പറയുമ്പം 30-നും 60-നും ഇടയ്ക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒപ്റ്റിമൽ ആ റേഞ്ചാണ്. ഏതെങ്കിലും സ്കൂളിൽ കോളേജിലൊക്കെ ഒന്ന് അടുത്തൊന്ന് പോയി നോക്കുക, മിക്കവാറും നമ്മൾ തെറിച്ചു പോകണം. എന്തിനാ നമ്മൾ ഓഫീസിൽ നിന്ന് കയറി നോക്കുക, സെയിം ഇസ് ദ കണ്ടീഷൻസ്. അപ്പം നമ്മൾ ഒരിടത്തും എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. ഇനി ഇത് ഏറ്റവും അറിയണമെങ്കിൽ കോടതിയിൽ കയറി ഒന്ന് ഹോൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും കോടതിയിൽ കയറി നമ്മളെ കാറിൻ്റെ ഹോൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, അപ്പം കിട്ടുമ്പോൾ ഇമ്മീഡിയറ്റ് പണിഷ്മെൻ്റ് ഒന്നുമില്ല. ജഡ്ജിയുടെ മുമ്പിൽ കൈയും കിട്ടി നിൽക്കണം. അന്ന് വൈകിട്ട് വരെ നിർത്തും നമ്മളെ. എന്നിട്ട് വൈകിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഒരു 500 പിഴയും അടച്ചിട്ട് പോകാൻ പറയും.
ഇതാണ് അവിടെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പോൾ സ്ട്രിക്ട്ലി ഫോളോഡ് ഇൻ ദ കോർട്ട് യാർഡ് റാദർ ദാൻ എനിവെയർ ഇൻ ഇന്ത്യ. ഇതാണ് രണ്ടാമത് പറഞ്ഞത്. ഇതെല്ലാം ബ്രീച്ചിങ് ആണെങ്കിൽ എന്താണ്, പണിഷബിൾ ആണ്, അറസ്റ്റബിൾ ആണ്. എവിടെയെങ്കിലും സൗണ്ട് ആക്ടിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ട് കേട്ടിട്ടുണ്ടോ? ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഇല്ല. ആർട്ടിക്കൽ ഫെസ്റ്റിവൽ ഒന്ന് ഓർത്തു നോക്കുക. ട്രിവാൻഡ്രം സിറ്റി pathetic ആണ്. We cannot make any move anywhere in Trivandrum. That much we are creating sound. നിങ്ങൾ ഫെബ്രുവരി ഒന്ന് ന്യൂസ് വാല്യൂ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഹൈക്കോർട്ട് ഓഫ് കേരള given a verdict that in the public place sound should not exceed 75 decibel. ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ ഓർഡർ ആണ്, ഇപ്പോഴും വാലിഡ് ആണ്. കഴിഞ്ഞ 2 ആഴ്ച ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള ജാഥയൊക്കെ ഒന്ന് എടുത്തു നോക്കുക. ആരെയും ഞാൻ ബ്രാൻഡ് ചെയ്ത് പറയുന്നില്ല. എല്ലാം എന്താ ഉണ്ടായിരിക്കുന്നത്, 90 ഡെസിബിളിന്റെ മുകളിലാണ് സൗണ്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എനി ജാഥ ബൈ എനി പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ എനി ഓർഗനൈസേഷൻ, ദർ ഇസ് നോ ലിമിറ്റ് ഫോർ സൗണ്ട്. 75 ഡെസിബിളിന്റെ മുകളിൽ പബ്ലിക് പ്ലേസിൽ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. മെഷറബിൾ ആണ്, ഇൻസ്ട്രുമെന്റ് ഉണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ചെയ്യേണ്ടത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയ്യേണ്ടത്. അവരുടെ ജാഥ ഇതിനും കഴിഞ്ഞ് വലിയ സൗണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അവരെങ്ങനെ മെഷർ ചെയ്യും? ഓക്കെ. രണ്ട് ഹോണറബിൾ ഡിസ്ട്രിക്ട് കളക്ടർ ട്രിവാൻഡ്രം വാസുകി മാഡം അന്ന് അവരൊരു ഓർഡർ ഇറക്കി, സിറ്റി ഷുഡ് നോട്ട് ഹാവ് ഗോട്ട് സൗണ്ട് ബിയോണ്ട് 75 ഡെസിബൽ. ഈ 2 ഓർഡറും കിടപ്പുണ്ട്, വാലിഡ് ആണ്. 2ഉം ജിയോസ് ആണ്. ഇവിടെ ജിയോയ്ക്ക് ഒന്നും എന്തില്ല, വിലയില്ല. എനിവേ ഞാൻ പറഞ്ഞുള്ളൂ, ഇതാണ് എൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ്, നമുക്ക് ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഹിയർ? ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഡെഫ്നെസ് ആണ്. Partial or complete deafness because it collapses your eardrum. Point number 1. Probably you might read the news value given by a psychiatrist by analyzing the profession, IT profession in India. വലിയൊരു ആർട്ടിക്കിൾ ഹിന്ദുവിൽ ഒന്നതാണ്. And she wrote an article by analyzing the people working in IT profession across Indian states. And she wrote that most of the people in IT profession have got 2 impacts. One is very commonly called with the term insomnia. Very common among the IT professions. എന്ന് പറയുമ്പോൾ they lacking a sound sleep. Okay. They got another impact. What she wrote is tinnitus. എന്ന് പറയുമ്പോൾ a ringing noise in your ear, even though there is no sound in the periphery. പുറത്ത് dead silent ആണ്, and the person getting a ringing noise in the ear. That means your eardrum is vibrating without any sound. What it is commonly called with the term tinnitus. Another impact you have. Okay, but രണ്ടും വളരെ സിവിയർ ആണ്, കോമൺ among the people working in the IT profession. 2. Again, there's another question for the civil service is that whenever you are making loud volume, angry mood, TINITUS, tinnitus. Again, see the point. When you are angry mood, when you are making loud volume of noise, you see your face in the mirror. സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുക. നമ്മൾ ശരിക്കും രൂപം പറയാൻ പറ്റും. എന്തായിരിക്കും? പോയിന്റ് നമ്പർ 1, ബൾജ്ഡ് ഐ ആയിരിക്കും. ഈ ചോദ്യം വന്നതാണ്. സോ ബൾജിങ് ഓഫ് ഐ, you will be in a hypertensive mood with variation blood pressure and your heartbeats. It may ends into mild myocardiac attack. See the word, bulged eye with variation blood pressure with a mild myocardiac attack. Other syndrome associated with sound pollution. Okay, അപ്പോൾ see the point. ഒന്ന് ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്ന് ബൾജ്ഡ് ഐ എന്ന് പറയുന്നത് സൗണ്ട് പൊല്യൂഷൻ മാത്രം ഉണ്ടാകുന്ന ഇമ്പാക്ട്, വേറെ ഒന്നിനും അങ്ങനെ ഉണ്ടാകത്തില്ല. ബാക്കിയെല്ലാം കോമൺ ആണ്. ഞാൻ പറഞ്ഞ ബി പി വേരിയേഷൻ, മെനി റീസൺ ക്യാൻ ലീഡ് ടു ബി പി വേരിയേഷൻ. മയോകാർഡിക് അറ്റാക്ക് ഡ്യൂ ടു മെനി റീസൺ. ഐ ബൾജ് ചെയ്യുന്നത് നമ്മൾ ദേഷ്യം വരുമ്പോൾ മാത്രമേ ബൾജ് ചെയ്യത്തുള്ളൂ. അതാണ് എൻ്റെ ചോദ്യത്തിന് ഇമ്പോർട്ടൻറ്റ്. ബൾജ്ഡ് ഐ ഇസ് എ സിൻഡ്രോം കോസ്ഡ് ബൈ sound pollution. The third impact caused by the sound pollution. Okay, in the last word is, again we normally put a word
മിക്കവാറും അറിയാം എനിക്ക് തോന്നി ഈ വേർഡ് വളരെ പോപ്പുലർ വേർഡാണ്, ഗ്രീൻ മഫ്ലർ പ്രോഗ്രാം. അപ്പോൾ ഇത് മൂന്നുമാണ് ആദ്യത്തെ 3 ഈവൻ്റാണ്. സോ പോസിബിളി കാരണം കൗതുകമുള്ളത് മാത്രമല്ല, എനിത്തിങ് ക്യാൻ കം അക്രോസ് ഇൻ ദ കാറ്റഗറി. നമ്മളെ ഫിസിയോളജിക്കൽ അതുകൊണ്ട് കണ്ണാടി നോക്കിയാൽ മതി ആ സമയത്ത്. ദേഷ്യം വരും, നമ്മൾ മുഖം ഒന്ന് നോക്കിയാൽ മതി. കാരണം നമ്മൾ മീൻസ് നമ്മൾ ഫിസിയോളജിക്കൽ ഒരു അതാണ് ഹൈപ്പർ ടെൻസീവ് മൂഡ് ആയതുകൊണ്ടാണ്. ആൻഡ് റീസൺ വേറെ ഒന്നുമില്ല, യു വിൽ ബി ഇൻ ഹൈപ്പർ ടെൻസീവ് മൂഡ്. ആൻസൈറ്റിയാണ്. നമ്മൾ ആൻസൈറ്റിയോട് നടക്കുമ്പോൾ സംസാരിക്കുമ്പോൾ എന്തായിരിക്കും, ഐസ് ബൾജ് ചെയ്യുന്നു. നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ്. നല്ലൊരു എക്സാമ്പിൾ, നല്ല ചെറിയ കുട്ടികളുടെ അടുത്ത് ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ച് നോക്കുക. ചെറിയ കുട്ടികളുടെ അടുത്ത് ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ച് നോക്കുക, അപ്പോൾ തന്നെ അവൻ്റെ യൂറിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അവിടെ നിന്ന് അൺഫെമിലിയർ ഫിഗറും കൂടെ ആണെങ്കിൽ ഹി ആർ ഷീ സ്റ്റാർട്ടിങ് യൂറിനേറ്റിങ്. കാരണം വിറച്ചാണ് പോകുന്നത്. അതൊക്കെ സൗണ്ട്. ആ കുട്ടിയുടെ ബി പി ഒക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങളുടെ ബി പി കൂടുന്നത് മാത്രമല്ല, കുട്ടിയുടെ ബി പി എന്ത് ചെയ്യുന്നുണ്ട്, കൂടിയാണ്. അപ്പോൾ എന്തിനാണ് ഈ സൗണ്ട് ഉണ്ടാക്കി കുട്ടിയെ പേടിപ്പിക്കുന്നതെന്ന് ഇപ്പോഴും നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ കാണിച്ച കുട്ടി പേടിപ്പിച്ചു പോകുന്നത് വിചാരിക്കുകയാണ്. കുട്ടിയൊന്നും പേടിക്കത്തില്ല. കുറെ കഴിയുമ്പോൾ എന്താണ്, അവൾ റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. എത്ര സൗണ്ട് ഉണ്ടാക്കിയാലും അനങ്ങത്തില്ല. അപ്പോൾ ആവശ്യമില്ല സൗണ്ട് ഉണ്ടാക്കി കുട്ടികളെ എന്ത് ചെയ്യേണ്ട, പേടിപ്പിക്കേണ്ട. മുതിർന്നവർക്ക് പറയുന്നൊരു പോയിന്റാണ്, ഡോണ്ട് മേക്ക് അൺനെസസറിലി. കാരണം അവർ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പേടിക്കത്തില്ല. കാരണം ആ പേടി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ്സേ ഉള്ളൂ. അപ്പോൾ അവർ പറയുമോ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കാമെന്ന് വെട്ടി നോക്കുക, അവർക്ക് അറിയത്തില്ല നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അവർക്ക് അറിയത്തില്ല. സൗണ്ട് ഉണ്ടാക്കി റിയാക്ട് ചെയ്താൽ ഒരിക്കലും പേടിക്കും, പിന്നെ ഒരിക്കലും പേടിക്കത്തില്ല അവർ. അപ്പോൾ അതൊരു ടെമ്പററി റിലീഫ് മാത്രമേ ഉള്ളൂ. അപ്പം ഡോണ്ട് പുട്ട് എനി വോളിയം ടു ദ കിഡ്സ് ആർ ചിൽഡ്രൻ. എന്താ സർ? നോ ഹോൺ ഡേ. യെസ്, ഒരു ദിവസം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അന്നും റോട്ടിൽ പലരും ഹോൺ അടിച്ചാൽ പോകുന്നത്. ഇതെല്ലാം നമ്മൾ എല്ലാം നല്ലതാണ്. എവറിത്തിങ് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല, പെസിമിസ്റ്റിക്കല്ല പറയുന്നത്. നമ്മൾ മാറാതെ ഇതൊന്നും മാറാൻ പോകുന്നില്ല. എവറി ഹ്യൂമൻ ഷുഡ് ചേഞ്ച്. ഇപ്പം നമ്മൾ തന്നെ ഒരു വേസ്റ്റ് ബോട്ടിൽ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വേസ്റ്റ് ബോട്ടിലിനകത്ത് ഇട്ടിട്ട് പോകുന്നുണ്ടോ? വി ഡോണ്ട് മൈൻഡ്. കാരണം ഞാൻ ഇട്ടിട്ടില്ല, വൈ ഷുഡ് ഐ? ഇല്ലേ? അങ്ങനെ ചെയ്യുന്ന വളരെ കുറവാണ്. റെയർ, ഇറ്റ് മേ ബി റെയർ വൺ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ റെയറാണ്, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ റെയറാണ്. അപ്പം നോർമലി പീപ്പിൾ വോണ്ട് ഡു ഇറ്റ്. കാരണം വേസ്റ്റ് ബോട്ടിലോടെ കേട്ട് വി ഡോണ്ട് മൈൻഡ്. അല്ല, അന്ന് രാവിലെ കാണുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും എടുത്തിട്ട് വേസ്റ്റ് ബിന്നിൽ പൊട്ടിയിട്ട് നോക്കുക. ഒരിക്കൽ ഒരാൾ ചെയ്താൽ മതി, പീപ്പിൾ സ്റ്റാർട്ട് ഫോളോയിങ് ദിസ് സെയിം. നമ്മൾ ചെയ്യത്തില്ല, മറ്റുള്ളവർ ചെയ്യാനും സമ്മതിക്കത്തില്ല. അത് നമ്മൾ മാറാതെ ഒന്നും മാറാൻ പോകുന്നത്. എത്ര ലാ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറത്തില്ല. അല്ലെങ്കിൽ സിംഗപ്പൂർ പോലെ എന്ത് ചെയ്യണം, സിവിയർ പണിഷ്മെന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറവുണ്ട്. ഇപ്പൊ നമ്മുടെ ബോക്സ്, ഞാൻ ആർട്ടിക്കൽ പറഞ്ഞു, ആർട്ടിക്കൽ ഫെസ്റ്റിവലിനടുത്ത ഈ സ്പീക്കറിന്റെ അടുത്ത് നിന്ന് നോക്കുക, മിക്കവാറും നമ്മൾ തെറിച്ചു പോകണമെന്ന് പുഷ് ചെയ്യും നമ്മൾ. ഞാൻ ഐ ഫെൽറ്റ് ഇറ്റ്. അതിന് മുമ്പിൽ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ നമ്മളൊന്നും ചെയ്യും, ആ എയർ കൊണ്ട് എന്ത് ചെയ്യും, പുഷ് ചെയ്ത് കളയുകയാണ്. 110-120 ഡെസിബിളിലാണ് സൗണ്ട് വെച്ചിരിക്കുന്നത്. ഒന്ന് നിങ്ങൾ ആ പീരീഡിലൊന്ന് പേപ്പർ ന്യൂസ് നോക്കുക. 75 ഒന്നുമില്ല, 120 ഡെസിബിളിലാണ്. ഈ ചില ഹോം തിയേറ്ററില്ലേ, ഹോം തിയേറ്ററിൽ ഒന്ന് കയറി നോക്കണം. ഇപ്പോഴത്തെ 3-4 ഹോം തിയേറ്റർ ഉണ്ടല്ലോ, ഒന്ന് സൗണ്ട് നോക്കുക. നല്ല ഫിലിമിലൊക്കെ ആണെങ്കിൽ എന്താണ്, നല്ല അടിപിടി പടങ്ങളാണെങ്കിൽ ഒന്ന് സൗണ്ട് ഒന്നും അളന്ന് നോക്കുക. പുറത്തിറങ്ങി 5 മിനിറ്റ് എന്ത് ചെയ്യത്തില്ല, കാതൊന്നും കേൾക്കത്തില്ല നേരെ വേണം. നമുക്ക് അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ആ സൗണ്ടും പാട്ടും എല്ലാം രസകരമാണ്. കാരണം രസകരം ഉണ്ടാവും. കാരണം എന്താണ്, ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ, സപ്പോസ് യു ആർ സീയിങ് എ മൂവി, ടെറർ മൂവി, യു മൂവ് ദ മൂവി ആൻഡ് സീ ദ മൂവി. സൗണ്ട് ഒന്ന് താത്തിട്ട് മൂവി ഒന്ന് കണ്ടു നോക്കുക, വി ഫീൽ നത്തിങ്. ഇനി മാക്സിമം വോളിയം വെച്ചൊന്ന് കണ്ടു നോക്കുക, എവറി സീൻ വിൽ ബി ത്രില്ലിംഗ്. ത്രില്ലിംഗ് എന്ന് പറയുമ്പം അവിടെ റീസൺ എന്താണ് ത്രില്ലിംഗ്? നിങ്ങൾ ബി പി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ബി പി റൈസ് ആണ് നിങ്ങൾ എന്ത് പറയുന്നത്, ത്രില്ലിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ കാരണമല്ല. അപ്പോൾ അതാണ് എൻ്റെ ഈവൻറ്റ്. അപ്പം ത്രില്ലിംഗ് ഉണ്ടാവും, കാരണം റൈസിങ് ഓഫ് ബി പി ബിക്കോസ് ഓഫ് സൗണ്ട് വേവ്സ് ആണ്. 79 120 ഒക്കെയാണ്. ഈ പുതിയ ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഇപ്പം ഹോം തിയേറ്ററിൽ നിന്ന് ഒരു 3-4 ഒന്ന് കയറി ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 120 ഡെസിബിളൊക്കെയാണ്. കാരണം അകത്ത് കയറി ഒരു അരമണിക്കൂർ പുറത്തിറങ്ങി നിന്നാൽ ഒന്നും കേൾക്കത്തില്ല. ഇത് നല്ലൊരു എക്സാമ്പിൾ, ബോംബെയിലൂടെ NGO ചെയ്തൊരു വർക്കാണ്. ബോംബെ അറിയില്ലോ, ഓൾവേസ് ദ ട്രെയിൻ വിൽ ഗോ അപ്പ് ആൻഡ് ഡൗൺ. നമ്മളെ ട്രിവാൻഡ്രം പോലെ ഇല്ല,
എപ്പോഴും ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. സോ വൺ പേഴ്സൺ സ്പെൻഡ് നിയർലി ഹാഫ് ദ ഡേ ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ ഹിയറിംഗ് ഓൾ ദ സൗണ്ട് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, ആഫ്റ്റർ കമ്മിങ് ഔട്ട് ദ സ്റ്റേഷൻ ഹി ബിക്കം ഡെഫ് ഫോർ 1 hour. 1 മണിക്കൂർ ഇയാൾക്ക് ഒന്നും കേൾക്കത്തില്ല. എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് സൗണ്ട് എന്ന് പറയുന്നത് 90 to 100 ഡെസിബിളിലാണ്. 90-നും 100-നും ഇടയ്ക്കാണ്. ഇതാണ് ആ ട്രെയിൻ മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന സൗണ്ട്. അതാണ് ഈ നമ്മളിപ്പം മരട് ഫ്ലാറ്റ് പൊളിച്ചപ്പോഴും ഉണ്ടായ ഇഷ്യൂ. അതാണ് അവിടെ എന്താ ചെയ്തത്? സൗണ്ട് ഉണ്ടായിരുന്നോ? ഇല്ല. മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഇറ്റ് വോണ്ട് മേക്ക് എനി നോയ്സ്. ദീപാവലി പടക്ക് എന്താണ് വെടി സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല ഓർഡർ വരാൻ കാരണം എന്താണ്? ഗ്രീൻ ദീപാവലി എന്നാക്കിയത് എന്താണ്? സൗണ്ട് സമ്മതിക്കാൻ പറ്റത്തില്ല. ഡൽഹിയിലൊക്കെ വലിയ ഇഷ്യൂ ആണത്. അപ്പോൾ അക്രോസ് ദ വേൾഡ് നൗ ഒരു റെക്കഗ്നൈസേഷൻ വന്നിട്ടുണ്ട്, പക്ഷെ ഫുൾ ഫ്ലെഡ്ജിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ദ ഹോൾ.